ചേച്ചി ഞാനൊരു ഫോട്ടോ അല്ലേ ചേച്ചി എടുത്തു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ ഡോർ തുറന്ന് വേണം എനിക്കൊന്ന് പുറത്തേക്ക് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കണേ എന്താണെന്നറിയോ, നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സ്നാക്സ് എന്തിനെടുത്തു? എന്റെ സ്നാക്സ് എന്തിനെടുത്തു? എന്റെ സ്നാക്സ് എടുക്കണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം, അല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സ്നാക്സ് സോൾവിന്റെ അല്ല. അത് നിങ്ങൾ കാണിച്ച ചെറ്റത്തിലാണ്, അത് അറിയാമോ? കറക്റ്റ് ആണ് മാഡം പറഞ്ഞത്. അല്ല ശരിയല്ലേ? ഒരാളുടെ സ്നാക്സ് മറ്റൊരാൾ കട്ടെടുക്കാൻ പാടില്ല. ഞാൻ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുത്ത് സ്നാപ്പ് എന്നാ ഉദ്ദേശിക്കുന്നത്. അല്ല എന്റെ ക്രാപ്പായാലും നിങ്ങൾ എന്തിനാ എടുത്തത്? റിലാക്സ് മാഡം, ഒരു മിനിറ്റ്. റിലാക്സ് എന്നോ? അതല്ല, ഞാൻ ഒരു കാര്യം എന്നെ നോക്കൂ പ്ലീസ്. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതല്ല ജീവിതം പോലെ 3 പേര് അവിടെ ഇരിപ്പുണ്ട്. ഈ പ്രോബ്ലങ്ങൾ എല്ലാം ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി മാഡം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പെണ്ണല്ലേ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ, നമ്മുടെ അനുവാദമില്ലാതെ റോഡിൽ കൂടെ പോയി ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കുക. ചേച്ചി ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ്. നീ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സ്ട്രീറ്റിൽ പോയി എടുക്കണം, അല്ലെ റോഡിൽ കൂടെ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ചേച്ചി റോഡാണ് സ്ട്രീറ്റ്. അപ്പൊ സ്ട്രീറ്റോ? അതല്ലേ സ്ട്രീറ്റ്. നീ എന്നെ അങ്ങനെ പഠിപ്പിക്കണം, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. എന്തിനാ ഒന്നും പറയാതെ നിൽക്കണത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ, ഞാൻ തീർത്തോളാം. എനിക്കറിയാം ഞാനൊരു പെണ്ണാണ്. പെണ്ണുങ്ങൾ കേട്ടിട്ട് ശബ്ദിക്കാൻ എന്തായാലും പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നത് തെറ്റാണ്, ശരിയല്ല. ചേട്ടാ ഞാൻ അറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. എന്റെ ഒരു ക്ലിക്ക് മതി ഫേമസ് ആവാൻ. അറിയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, നമ്മുടെ ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ഗോപിച്ചേട്ടൻ അറിയാം. ഗോപിച്ചേട്ടൻ ഇപ്പൊ എവിടെയാ? ഗോപിച്ചേട്ടൻ ചായ അടിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. ഇത് വൈറലായി. ഗോപിച്ചേട്ടൻ ഇപ്പൊ ലണ്ടനിൽ ചായക്കട നടത്തുക. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ഇപ്പൊ കിട്ടിയട്ടോ. ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൂടുതൽ കാണുന്നോണ്ടാണ്. ഇയാള് ഓൾറെഡി ഭയങ്കര വൈറലായുള്ള ആളാണ്. കാരണം ഈ പുള്ളിക്കാരൻ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ താലി കെട്ടുന്നതില് ചിലന്തി വലയുടെ ഇടയിൽ കൂടി ഇയാൾ ഫോട്ടോ എടുത്തിട്ട് ഒരു വൈറലായില്ലേ ഫോട്ടോ? അത് ശരിക്കും സ്ത്രീ സ്വാതന്ത്ര്യം അല്ലേ താങ്കൾ ഇതിന്റെ അന്തർധാര ഉദ്ദേശിച്ചത്? അല്ലേ? എടുത്തിട്ടുണ്ടല്ലേ? അയ്യോ ഭയങ്കര ഫോട്ടോഗ്രാഫറാ. അത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വർക്ക് വന്നു. പെട്ടെന്ന് വർക്ക് കിട്ടിയ സന്തോഷം ഞാൻ ക്യാമറ എടുത്തോണ്ട് പോയി എടുത്ത ഫോട്ടോയാ. ലെൻസിനകത്ത് വല ഇരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ കിട്ടിയതാ. നീ എന്നെ എന്ത് തലയിൽ വേണേലും കാണിച്ചു എന്റെ ഫോട്ടോ എടുക്കും. ചേച്ചി ഇതെന്റെ ജോലിയാണ്, ഞാൻ ഫോട്ടോ എടുക്കും. എന്റെ ഫോട്ടോ എടുക്കല്ലേ? എടുക്കും. ഞാൻ പറയാം, എന്റെ ഫോട്ടോ എടുക്കല്ലേ ചേച്ചി? ഞാൻ എടുക്കും. എടുക്കില്ല. ഫോട്ടോ എടുക്കണ എനിക്ക് ഇഷ്ടമല്ല. എടുക്കും. ഞാൻ പറഞ്ഞു കേട്ടോ. എടുക്കും. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയ ദിവസം ചോദിക്കാനും പറയാൻ ആരുമില്ല. എടുക്കും. അങ്ങനെ എടുക്കരുത് പ്ലീസ്. എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എടുപ്പിനൊരു അവസാനം ഇല്ലേ? നിങ്ങളിപ്പോ ഇത് മാത്രം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണ പരിപാടിയൊക്കെ ചെയ്യോ? അല്ല, വെഡിങ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. രാവിലെ കല്യാണം കഴിഞ്ഞാൽ റിസപ്ഷന് കൊണ്ടുപോയി ആൽബം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ടോ? അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ വരെ പോയില്ല. ചെറുക്കനും പെണ്ണ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആൽബം കൊടുത്തായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായി. കല്യാണ പന്തലിൽ നിന്ന് പെണ്ണ് കാമുകന്റെ അവിടെ ഒളിച്ചോടി പോയി. അതിന്റെ അടി മൊത്തം നിന്ന് ഞാൻ കൊണ്ട് അതോടുകൂടി ഞാൻ കല്യാണ ഫോട്ടോഗ്രാഫി നിർത്തി. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആവുമ്പോ ചേച്ചിയെ പോലെയുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതാണ് നമ്മുടെ സന്തോഷം. അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ലാത്ത പയ്യനാണോ? നല്ല പയ്യനല്ലേ? പയ്യനാണെന്നാ പറയണേ. ഇപ്പൊ എടുത്ത ഇത്രയും ഫോട്ടോ ഇല്ലേ, അത് തന്നെ ചേച്ചി വൈറലാവും മിക്കവാറും. ആണോ? എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുവോ? എടുക്കാമല്ലോ. റേഷൻ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. പിന്നെ കിട്ടുമ്പോഴേ എന്റെ ചെരുപ്പ് മുതൽ തല വരെ കിട്ടണേ. പാസ്പോർട്ട് സൈസിലാ കിട്ടൂലേ? ചെരുപ്പെടുത്ത് തലയെ പിടിച്ചോണ്ടെന്നാ കിട്ടും. അത് എഡിറ്റിംഗ് ശരിയാക്കാൻ അറിഞ്ഞൂടാ. എഡിറ്റിംഗ് ഒക്കെ പണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഉണ്ട്. അത് AI എന്ന് പറയും. ആണോ? അതായത് ചേച്ചിയുടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഐശ്വര്യ റായി ആക്കാം. അതിനിപ്പോ AIയുടെ കാര്യം വേണ്ടേ? അപ്പൊ ചേച്ചി ഐശ്വര്യ റായി ആണോ? ഇങ്ങനെ വെച്ചാ പോരെ? കത്രീന കൈഫ്. കത്രീന കൈഫോ? ഇപ്പൊ ഒട്ട് മാറ്റിയ കത്രീന കൈഫ്. അപ്പൊ കരീന കപൂർ? അതിച്ചിരി റിസ്കാ. അടിപൊളി. ഇത്രയൊക്കെ ഉള്ള കാര്യം. സൂപ്പർ സൂപ്പർ. എന്റെ സത്യത്തില് ഞാൻ ഇത് വലിമ പറയണല്ലേ കേട്ടോ. എന്റെ നാട്ടിൽ എന്നെ എല്ലാരും വിളിക്കണേ എന്താണെന്നറിയാമോ? പേര് ഞാൻ പറയല്ലേ, കാണിച്ചു തരാം. അക്കടെ സാമി, അക്കടെ സാമി. ഓ, രശ്മിക മന്ദാന. രശ്മിക മന്ദാനയാണ് നിൽക്കുന്നത്. ഈ എഡിറ്റിംഗിൽ ഈ ഗ്ലാമർ കുറയ്ക്കാൻ വല്ല മരുന്നുണ്ടോ? ഗ്ലാമർ കുറയ്ക്കാൻ പറ്റത്തില്ല, ഗ്ലാമർ കൂട്ടാനേ പറ്റുള്ളൂ. അപ്പൊ ശരി, ഒരുപാട് സന്തോഷം. പോലെ എന്റെ ഫോട്ടോ ഒക്കെ എടുത്തല്ലേ? എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോണു? അല്ല, ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടാം. പിന്നെ ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാരുടെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ ഇനി അല്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനൊരു കാര്യം ചെയ്യ്, എന്റെ ഇൻസ്റ്റാൾമെന്റിലേക്ക് സെൻഡ് ചെയ്യും. ലാബ് ചെയ്യുന്നതാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇട്ടേക്കാം. അപ്പൊ നീ എന്റെ ഫോട്ടോ ഒക്കെ ഇത്ര എടുത്ത് ക്യാമറയിൽ പകർത്തി
എന്റെ സുരക്ഷിതത്വം നശിച്ചു. ശരിയല്ലേ? ഞാനിപ്പോ സുരക്ഷിതയല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്റെ ഫോട്ടോ നിന്റെ കയ്യിലുള്ളപ്പോ നീ സുരക്ഷിതനാണ്, പക്ഷെ ഞാൻ സുരക്ഷിതയല്ല. നീ സുരക്ഷിതനാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരണം. ഞാൻ ഒരാളെ തപ്പി നടക്കായിരുന്നു. നീ എന്നെ കല്യാണം കഴിക്കണം എന്ന് വെച്ചാ അല്ലാണ്ട് ഞാൻ ഒഴിഞ്ഞു പോവില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന ഞാനും ചേച്ചിയും കൂടെ കൊളാബ് ചെയ്യുന്ന കാര്യം അത് തന്നെ, നമുക്ക് തമ്മിൽ ഇനി കൊളാബ് ചെയ്യാം. ആണോ? ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊളാബ് ചെയ്തോളാം. അല്ല, എനിക്ക് എന്തായാലും ഒരു കൊളാബ് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു, താങ്ക് യു. നമുക്ക് പോട്ടാ. അയ്യോ, Masters.